ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ലൊരു ദിവസം നിനക്ക് നേരുക. ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹെരോദസിൻ്റെ ഒരു ഉത്കണ്ഠയെക്കുറിച്ച് വിശുദ്ധ ലൂക്ക ഇപ്രകാരമാണ് പറയുക. 9-ാമത്തെ അധ്യായം 9-ാം തിരുവചനം. ഹെരോദസ് പറഞ്ഞു, ഞാൻ യോഹന്നാനെ ശിരച്ഛേദം ചെയ്തു. പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ ഇക്കാര്യങ്ങൾ കേൾക്കുന്നത്? അവൻ ആരാണ്? അവനെ കാണാൻ ഹെരോദസ് ആഗ്രഹിച്ചു. വലിയ ഒരു തിന്മ ചെയ്ത, വലിയ ഒരു കൊലപാതകം ചെയ്ത ഒരു മനുഷ്യൻ്റെ ഉത്കണ്ഠയാണ്. സ്നാപയോഹന്നാനെ ശിരച്ഛേദനം ചെയ്തു. ഇവിടെ ഇതാ യേശു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കേൾക്കുമ്പോൾ വലിയ ഒരു ആകുലതയാണ്. ഇത് സ്നാപയോഹന്നാൻ ഉയർത്തു വന്നിരിക്കുന്നതായിരിക്കും. തിന്മയ്ക്ക് കൂട്ടു നിൽക്കുന്ന വ്യക്തികൾക്ക്, തിന്മ ചെയ്യുന്ന വ്യക്തികൾക്ക് പിന്നെ എപ്പോഴും അസ്വസ്ഥതയായിരിക്കും. എന്ത് കണ്ടാലും എന്ത് കേട്ടാലും തൻ്റെ കഴിഞ്ഞകാല ജീവിതവുമായിട്ട് താരതമ്യം ചെയ്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് മനുഷ്യൻ്റെ ആ വ്യക്തികളുടെ സ്വസ്ഥത നശിപ്പിച്ച് കളയും. പാപത്തിൻ്റെ ശക്തി അത്. പാപത്തിന് നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കടന്നു വരാൻ പറ്റും. അതിന് വേരിങ്ങനെ അള്ളിപ്പിടിക്കും. എല്ലായിടത്തേക്കും കടന്നു വന്നിട്ട് എല്ലാ മേഖലയിലും പ്രശ്നം ഉണ്ടാക്കും. പലതരത്തിൽ അസ്വസ്ഥത വിതയ്ക്കും. പരിഹാരം ഒന്നുമുള്ളൂ, നീ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക. നിൻ്റെ ദൈവം കരുണാമയനാണല്ലോ. നിൻ്റെ ദൈവം നിന്നെ ചേർത്ത് പിടിക്കുന്നവനാണല്ലോ. നിൻ്റെ ദൈവം നിനക്ക് പാപപ്പൊറുതി തരുന്നവനാണല്ലോ. ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക. മനസ്സ് ഫ്രീ ആക്കും. ആ സന്തോഷവും ആ സമാധാനവും ആ കാരുണ്യവും ജീവിതത്തിൽ നന്നായിട്ട് അനുഭവിക്കും. നിനക്കതിന് ഇടവരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ നോക്കാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, പാപത്തിൽ നിന്നുള്ള പൊറുതി വ്യക്തിക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെ ഏതെങ്കിലും വേരുകളുണ്ടെങ്കിൽ എല്ലാം പിഴുതെറിയപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പാപമില്ലാതെ ജീവിക്കുവാൻ, നിന്നെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമേ.